ഇന്നൊരു അരിയുണ്ടയുടെ റെസിപ്പി കണ്ടാലോ. അതിന് വേണ്ടിയിട്ട് പുഴുങ്ങലരി നന്നായി കഴുകി ഊറ്റിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ഈ ഒരു കളറാവുന്നത് വരെ വറുത്തെടുക്കുക. അതിനുശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. 2 ബാച്ചായിട്ട് ഇട്ടിട്ടാണ് ഞാൻ പൊടിച്ചെടുത്തത്. ഇനി വേണ്ടത് തേങ്ങയും ശർക്കരയാണ്. അപ്പോൾ ശർക്കര ഞാൻ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കുറച്ച് ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ ശർക്കരയും തേങ്ങയും ഇട്ടിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അരിപ്പൊടി കുറച്ചായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം. ഇനി അതുകൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇതാ ശർക്കരയും അരിപ്പൊടി ഇട്ടിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 2-3 പ്രാവശ്യമായിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ എല്ലാം ഒരു പാത്രത്തിലിട്ടതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ട് കഴുകിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ നമ്മുടെ അരിയുണ്ട റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ടും ചെയ്യണേ.